ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കുഞ്ഞു വിഷുക്കണീനെ കുറിച്ചാണ്. വിഷു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലെന്താ ഓടി വരുന്നത്? ചിലരുടെ മനസ്സിൽ കൈനീട്ടമായിരിക്കും, ചിലവർക്ക് അന്നത്തെ ഫുഡായിരിക്കും. എൻ്റെ മനസ്സിൽ എന്നാണെങ്കിലും ഓടി വരുന്നത് അന്നത്തെ വിഷുക്കൈനീട്ടം തന്നെയാണ് കേട്ടോ. കാരണം സ്ഥിരമായിട്ട് നമുക്ക് കിട്ടിയിരുന്ന കൈനീട്ടം നമ്മുടെ അച്ഛൻ്റെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കേട്ടോ. രാവിലെ ആകുമ്പം കുറച്ച് നോട്ടുകളുമായിട്ട് അച്ഛൻ്റെ ചേട്ടൻ വീട്ടിലേക്ക് വരും. അത് നമുക്ക് ഒരു പ്രാവശ്യമല്ല കേട്ടോ, എൻ്റെ കുഞ്ഞുനാളിൽ മുതൽ നമുക്ക് സ്ഥിരമായിട്ട് കിട്ടിയിരുന്നൊരു കൈനീട്ടം. ഏകദേശം എൻ്റെ നല്ലൊരു പ്രായമാകുന്ന വരെ നമുക്കത് കിട്ടിയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ വിഷുവട. അതിൻ്റെ ഇല പറിക്കാൻ വേണ്ടി, അത് വൈഷ്ണയില പറിക്കാൻ വേണ്ടി തലേ ദിവസം അപ്പുറത്തെ പറമ്പിൽ പോകുന്ന അമ്മേനെ എനിക്ക് ഓർമ്മയുണ്ട്. അമ്മേനെ മാത്രമല്ല കേട്ടോ, അമ്മയുടെ കൂട്ടത്തിൽ പോകുന്ന ചേച്ചിമാരും. അപ്പം അതും ഒരു രസമുള്ള കാര്യമായിരുന്നു. പിന്നെ കണിക്കൊന്നും ഇങ്ങനെ പറിക്കാൻ ഞങ്ങളങ്ങനെ അത്ര പോയിട്ടില്ല. പിന്നെ ഞങ്ങളൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞൊക്കെയാണ് വീട്ടിലങ്ങനെ കണിയൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ കുട്ടിക്കാലത്ത് അങ്ങനെ വിഷു ആഘോഷങ്ങൾ അങ്ങനെ എല്ലാ വർഷവും കമ്പൽസറി ആയിട്ട് അങ്ങനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അന്നത്തെ സാഹചര്യം അങ്ങനൊന്നും അല്ലായിരുന്നു. പിന്നെ ഇപ്പം വിഷു ആഘോഷിക്കാൻ ഒരു സാഹചര്യമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ 4 പേരും 4 സ്ഥലത്തായിപ്പോയി, ജോലിയും കാര്യങ്ങളും. പിന്നെ അമ്മയാണെങ്കിൽ നാട്ടിലുമായിപ്പോയി. അതൊക്കെ നമുക്കൊരു വിഷമം തരുന്ന കാര്യങ്ങൾ. പിന്നെ UAE വന്നതിന് ശേഷം കേട്ടോ നമുക്ക് പറ്റുന്ന പോലെ വിഷുവിനും ഓണത്തിനും ഒക്കെ നമ്മൾ ലീവൊക്കെ എടുത്ത് പുറത്തുനിന്നാണെങ്കിലും സദ്യ അറ്റ്ലീസ്റ്റ് മേടിച്ച് കഴിക്കാറുണ്ട്. പിന്നെ അമ്പലത്തിൽ പോകാറുണ്ട്. ഇതൊക്കെ ഒരു റൊട്ടീനിൽ ഇപ്പം ഈ ഒരു 2-3 വർഷമായിട്ട് നടന്നു പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഞാൻ വിഷുവിന് അതുപോലെ മിസ് ചെയ്യുന്നതെന്ന് പറയുന്നത് എൻ്റെ വലിയച്ഛനും വലിയമ്മേനും കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, അവരിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അവരൊത്തിരി സന്തോഷമായേനെ, ഞങ്ങൾ 3 മക്കളെയും കണ്ട് എന്നൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ കൂടെ വിഷുവിൻ്റെ ദിവസത്തെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്കിപ്പോൾ ഒരു പുതിയ കുടുംബമൊക്കെ ഉണ്ട്. അപ്പം അവരെയും ഞാൻ ചിന്തിക്കാറുണ്ട്, എല്ലാവരും കൂടെ ഒരുമിച്ച് ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനെ, എല്ലാവർക്കും കൂടെ സദ്യയൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. ഇപ്പം എന്നെപ്പോലെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും ഒത്തുള്ളൊരു വിഷു. അപ്പം എല്ലാവർക്കും അങ്ങനെയൊക്കെ നടക്കാൻ ഇനിയുള്ള വർഷങ്ങളിൽ പറ്റട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുവാ, വിഷുക്കണീനെ കുറിച്ചല്ലേ. അപ്പം എൻ്റെ വിഷുക്കണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ ഇങ്ങനെ വെക്കണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചതൊന്നുമല്ല കേട്ടോ, അങ്ങനെ അങ്ങ് ഒത്തുപോയത്. പക്ഷേ എനിക്കൊരു ക്യൂട്ട്നെസ് തോന്നിയായിരുന്നു കേട്ടോ ഇത് വെച്ച് വന്നപ്പോഴത്തേക്ക്. നമ്മൾ സാധനമൊക്കെ മേടിച്ച് നമ്മൾ ലുലുന്നാണ് കേട്ടോ. പക്ഷെ നമുക്ക് കണിക്കൊന്ന മാത്രം കിട്ടില്ല. കാരണം 2-3 ദിവസം മുമ്പേ അവർ കണിക്കൊന്ന കൊണ്ടുവന്നത് കൊണ്ട് വിഷു ആയപ്പോഴത്തേക്ക് കണിക്കൊന്നയൊക്കെ പോയി. പിന്നെ നമ്മൾ കുറച്ച് പച്ചക്കറികളും പഴങ്ങളും പിന്നെ കയറ്റിച്ചക്കയൊക്കെ നല്ല വില കേട്ടോ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചാണ് കേട്ടോ വിഷുക്കണി ഒരുക്കിയത്. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇനി അടുത്ത വിഷുവിന് നമ്മൾ ഇതിന് നല്ല രീതിയിൽ വിഷുക്കണിയൊക്കെ വെച്ച് അടിപൊളിയായിട്ട് വിഷു ആഘോഷിക്കാൻ പറ്റട്ടെ.